ബുള്ളറ്റിന്റെ മുകളിൽ വെക്കല്ലേ അമ്മേ? ഓ പിന്നെ 1.5 മണിക്കൂറായി ഇതും പതപ്പിച്ചോണ്ട് ഇവിടെ ഇരിക്കുന്നു. എപ്പോ നോക്കിയാലും ഒരു കുളിപ്പിക്കലും തുടക്കലും തന്നെ. ആ തോമസ് പറഞ്ഞ പെണ്ണിനെ കാണാൻ പോകുന്ന എനിക്ക് സമയമില്ല. ഇതും കൊണ്ട് ഇങ്ങനെ കറങ്ങി നടന്നോ? പോവാമ്മേ. എടാ ഒന്ന് കുളിച്ചിട്ട് പോ. വൈകുന്നേരം ആവട്ടെ. ഇപ്പൊ രണ്ടുപേരും കുളിച്ചിട്ട് ഇപ്പൊ എന്തിനാ? ഓ ഇതിനെ എല്ലാ ദിവസവും കുളിപ്പിച്ചിട്ട് ഇപ്പൊ എന്നാ കിട്ടാനാ? അമ്മ അങ്ങനെ പറയരുത്. അതും ഒരു ജീവനാ. എന്റെ ജീവനം കൊണ്ടുപോകുന്ന വണ്ടിയാ. അമ്മ എന്നേക്കാൾ സ്നേഹം അതിനോടല്ലേ കാണിക്കേണ്ടത്? മോനെ രാജുവേ. എന്താണ് മോനെ എന്റെ മരുന്ന് തീർന്നു. തീരാനാ? തീർച്ച 2 എണ്ണത്തിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? പിന്നെ ഞാൻ കൊടുത്തിട്ട് വേണ്ടേ? സമയമാകുമ്പോ പൊന്നമ്മയ്ക്ക് നടുവേദനയില്ല, കാലുവേദനയില്ല, എടുത്തങ്ങ് കുടിക്കൂലേ. ഇതിനൊക്കെ എന്താ വിലാന്ന് വെച്ചിട്ടാ? നിന്റെ അപ്പാപ്പനുണ്ടായിരുന്നെങ്കിൽ എന്റെ കൂടെ ഇങ്ങനെ കണക്ക് പറയുമായിരുന്നോ? ഒന്നും അടിക്കാതെ നരകിച്ച് ചാകുന്നതിനേക്കാൾ നല്ലത് 2 എണ്ണം അടിച്ച് സുഖിച്ച് ചാകുന്നതാ. ഓ നന്നായി സൂയിക്ക് കേട്ടാ. അമ്മ ഞാൻ ഇറങ്ങുവാണേ. ഇനി ഞാൻ എത്ര കാലം ഉണ്ടാകുമെന്ന് വെച്ചിട്ടാ. ഓ പിന്നെ ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് 10-25 കൊല്ലമായി. അയ്യോ എന്റെ പൊന്നുമോനെ മറക്കല്ലേ. എന്റെ ക്രിയേഷൻ എത്ര നേരായത്? ചേട്ടാ ഇതൊന്ന് മുറുക്കട്ടെ, റെഡിയാക്കി തരാ. 1 2 എന്റെ അമ്മേ. സംഗതി റെഡിയാണ്, എടുത്തിട്ട് പോയിക്കോ. എത്രയായി? നെട്ട് മുറുക്കിയതിനൊരു 150, നെട്ട് ഇളക്കിയതിനൊരു 150, പിന്നെ സമയം കുറെ മെനക്കെടുത്തി അതിനൊരു 100. മൊത്തം റൗണ്ട് ചെയ്തൊരു 500 രൂപ. അത് അധികമല്ലേ? അധികമൊന്നുമല്ല. ഇന്നാ 500 റുപ്യ. ചവിട്ട്. ഈശ്വര 2 എണ്ണം ബാക്കിയല്ല. എന്തായാലും തിരിച്ചു വരും അപ്പടാ. എന്താ പ്രശ്നം? മൈലേജ് കൂട്ടണോ? ഒന്നുമില്ലേടാ, ഏട്ടൻ നോക്കിയാ ശരിയാവത്തില്ല. എന്താ ഞാൻ നോക്കി ശരിയാവത്ത്? പറ. ആ വണ്ടി ശരിയാക്കി വിട്ട വണ്ടിയില്ലേ? അതിപ്പോ തിരിച്ചു വരും. വരൂ. എന്നിട്ട് വേണം എനിക്കിത് ഇടാനായിരുന്നു. നിർത്തടാ രാജുകുട്ടാ. അയ്യോ കൊറേ നേരമായിട്ട് നിൽക്കുക, ബസ് ലേറ്റാ. ആണോ? അതെ. കാലെടുത്തേ. എന്നാ പറ്റി? ചാണകത്തി ചവിട്ടിയാ? പോയി വെള്ളം വെച്ചിട്ട് വന്നേ. അവരെ തന്നെ. പൈസ കൊടുക്ക്. ഞാനോ? പിന്നെ ഞാനോ? ഒരു കുപ്പി വെള്ളം. ഒന്ന് വേഗം വാ. വരുവല്ലേടാ ചെറുക്ക. ഞാൻ കഴുകാനോ? അല്ല പിന്നെ ഞാൻ കഴുകാം. മാറിക്ക്. ഈ ചെറുക്കന്റെ ഒരു കാര്യം. കാല് കഴിക്കേ. കാല് കാണിക്ക്. അങ്ങോട്ട് മാറി. അവിടെ ബസ് കയറി പോ. ഇനി ബസ്സിന് ഞാൻ കാശ് കൊടുക്കണോ? പിന്നെ ഞാൻ കൊടുക്കണോ? എടുക്കല്ലേ. വേഗം കേറ്. ഞാനൊന്ന് ഇരുന്നോട്ടടാ ചെറുക്ക. പയ്യെ പോണേ. പോസ്റ്റ്മാനല്ലേ? ഒരു ബൈക്കൊക്കെ വാങ്ങിച്ചൂടെ സ്വന്തമായിട്ട്? പിന്നെ ദിവസം 20 രൂപ തരും. 10 അങ്ങോട്ട് 10 ഇങ്ങോട്ട്. ആര്? എന്റെ ഭാര്യ. അല്ലാതാരാ? ഈ ശമ്പളമൊക്കെ സാലറി അക്കൗണ്ടിലേക്കല്ലേ വരുന്നേ? എന്റെ രാജു. ATM കാർഡ് വരെ അവിടെ കയ്യിലാ, അറിയാവോ? ഓ ശരി, കാണാം. എല്ലാം പറഞ്ഞത്. ഓക്കെ. അതെ, ഞാൻ നേരത്തെ വണ്ടി നോക്കാന്ന് പറഞ്ഞ പുള്ളി അറിയണ്ടട്ടാ. രാജുവേട്ടാ, വണ്ടിക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. കുറെ സമയം നിൽക്കുന്നു, ക്ലാസ് ഉണ്ട്. ആണോ?
ആ ഇതൊന്നും എനിക്ക് സ്റ്റാർട്ടാക്കി നോക്കിയേ. വിട് ഞാൻ നോക്കട്ടെ. എടാ സ്ക്രൂ ഡ്രൈവർ എടുത്ത്. ഓക്കെ ബോസ്, ഇപ്പൊ എടുത്തരാം. എന്നാ താ. എടാ ഇനി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കിയേ. നേരമായിക്കേടാ, വേഗം വിട്ടു. ഇത് എങ്ങനെയാണോ? 50. 1 മിനിറ്റ് എടുത്തില്ല ഏട്ടാ. എടാ ഞാനേ ഒരു 10-12 വർഷം എടുത്ത് പഠിച്ച പണിയാ. രാജുവേ ആ ദേ ആ ഇതാ ഞാൻ പറഞ്ഞ സാധനം. റെഡിയാക്കാം, തിരക്ക് പിടിക്കരുത്. എടാ 2 മാസം സമയം തരും. ഇത്തവണ ഇവനെ കൂടെ ലഡാക്കിലേക്ക് പറക്കേണ്ടതാ. അതുകൊണ്ട് സൂപ്പർ ആക്കണം. ലഡാക്കിലോട്ടാണെങ്കിൽ ഞാനും വരാം ഏട്ടാ. എന്തിരി? അല്ല, എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയ വണ്ടി ആരും നോക്കണ്ടേ? നീയോ കരുതാക്ക് വളക്കാത്തടാ. എടാ നിനക്ക് വല്ല അഡ്വാൻസും വേണം? ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട്. 25,000 അഡ്വാൻസ് ഉണ്ടാ? നീ എന്നെ നോക്കിക്കോ. ഇല്ലേ? അപ്പോ പറഞ്ഞ പോലെ സൂപ്പർ ആക്കണം. ഇല്ലല്ലേ? പൊട്ടടാ. ശരി. ഉഗ്രം വണ്ടിയാണ്. നമുക്കിത് അങ്ങോട്ട് പൊളിച്ചു തുടങ്ങിയാലോ? നീ ഇതിൽ തൊട്ടു പോരുത്. പിന്നെ നോക്കി പൊളിക്കാന്ന് എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇത് ഇവിടുന്ന് എങ്ങനെയും പണി പഠിച്ചിട്ട് വേണം ദുബായിൽ അളിയന്റെ വർക്ക്ഷോപ്പിൽ പോവാൻ. ഞാനിനി എന്ന് പണി പഠിച്ചിട്ടാണ്? നീയേ ആദ്യം പോയി 2.5 ഓയിൽ വാങ്ങിച്ചിട്ട് വാ. സെപ്റ്റിക് ഔട്ടാ. ചക്കര പറ, എന്റെ മടവണക്കുട്ടിക്ക് വേണ്ടി ഈ മനോഹരൻ ചേട്ടൻ എന്താ ചെയ്യണ്ടേ? മനോഹരേട്ടാ, ഓ ഇവിടെ ഞാനാണ്. ആ നീയാണ്. 2.5 ഓയിലെടുത്തേ. बोलाराम एक बोतल ऑयल दे दो. कितना मनोहर चटा? 2.5. 2.5 बोतल दे दो. दूंगा ना, क्यों गुस्सा करते? ഈ മനോഹരം വിചാരിച്ചു നന്നാക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ടോ? അയ്യോ ആണോ? ഇന്നോ? അത് വാഷിംഗ് മെഷീന്റെ ബെൽറ്റ് പോയതായിരിക്കും. ആയിരിക്കും. അതെ, നല്ല റിപ്പയർ ചെയ്യുന്ന ഏതെങ്കിലും ഒരുത്തനെ വിട്ട് ഒന്ന് ശരിയാക്കി തരാൻ പറയോ? അങ്ങനെ ഏതെങ്കിലും ഒരുത്തനെ വിട്ട് നന്നാക്കിക്കാനുള്ളതാണോ എന്റെ മേടവണക്കുട്ടിയുടെ സാധനങ്ങള്? ചേട്ടാ, ബൈക്കിന്റെ മിറർ ഉണ്ടോ? ഇല്ല. ഈ സമയത്ത് മിറർ. പിന്നെ വേറെന്തെങ്കിലും സാധനങ്ങൾ നന്നാക്കാനുണ്ടോ മേടവണക്കുട്ടിയുടെ വീട്ടില്? ഇപ്പൊ ഇല്ല, ഉണ്ടാകുമ്പോ ഞാൻ പറയാം. പറയണം. ഒരു മിനിറ്റ്. ഇവളാണോ? എന്നാ ശരി മനോഹരേട്ടാ. വെക്കുകയാണോ? വെക്കല്ലേ. ഒരു വെച്ചോ. പിന്നെ എന്താണ് ഈ കമ്പനിക്ക് സ്പെയർ പാർട്സിന് ഓർഡർ കൊടുത്തോണ്ടിരിക്കുവാണോ നിന്റെ ഒരു വിളി? ഏട്ടാ, ഇവിടുത്തെ സാധനങ്ങളൊക്കെ തീർന്നായിരുന്നു. സാമാനം തീർന്നിക്കാൻ കുഞ്ഞാലിക്കാട് കടയിൽ പോയി മേടിക്കണേ. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് അവിടെ സാമാനങ്ങൾ തീർന്നു. ബോലറാം, एक नींबू पानी लेके आओ. हाँ ठीक है. जल्दी. ഈ കാണുന്ന മൊത്തം ഇവരെ സ്ഥല ആയിരിക്കും. ഇങ്ങോട്ട് നോക്ക്. മാതപ്പോ വന്നാട്ടെ. പിന്നെ സുഖം. ഇത് രാജു. എവിടെയാ വീട്? കാപ്പിമലയില്. അവിടെ നമ്മുടെ വെള്ളരിങ്ങോട്ടെ സേവിയറിന്റെ പെങ്ങളുടെ മകന. പറഞ്ഞില്ലായിരുന്നു? ഓ ഓ ഓ മോളെ. ഇങ്ങോട്ട്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മച്ചിയും വല്യമ്മച്ചിയും. അപ്പച്ചൻ നേരത്തെ മരിച്ചു. ഓ ഇനിയിപ്പോ ഇവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ബേബി എന്നല്ലേ പേര്? അതെ. ചേട്ടന്റെയോ? രാജു. രാജു ജോസഫ്. എന്ത് ചെയ്യുന്നു?
ഞാൻ മെക്കാനിക്കാ. ഇവിടെ കാപ്പിമല സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. ആ മെക്കാനിക് ആണോ? ആ അതെ ചേട്ടാ, ഞാൻ BEdന് പഠിക്കുക. എനിക്ക് ഈ മെക്കാനിക്കിനൊന്നും താല്പര്യമില്ല. അല്ല അത് പറ്റി. ഈ ഓയിലൊക്കെ പരണ്ട് ഒരുമാതിരി വൃത്തികെട്ട ഡ്രസ്സും പിന്നെ ഈ ഡീസലിന്റെയും പെട്രോളിന്റെയും നാറ്റം അടിക്കുമ്പോ തന്നെ ഛർദ്ദിക്കാൻ വരും. അതുകൊണ്ടാ, ചേട്ടനൊന്നും വിചാരിക്കരുത്. മമ്മയുടെ ഒരു ബിഹേഡ്. താനിങ്ങോട്ട് വാ. രാജു മതമയാ വിളിക്കാവേ. ഒന്ന് കേറടോ. എന്നെ കവലൂടാ. നടന്നങ്ങ് പോയാ മതി. ഉറങ്ങിക്കേ. നിങ്ങൾ കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞല്ലേ? എടാ ഞാൻ മാത്തപ്പനോടെല്ലാം പറഞ്ഞാടാ. ഒറ്റ വീക്ക് വെച്ചിരു ഞാൻ. അവളുടെ ഒരു ബിഎഡും ജാടയും അടുപ്പിന്ന് ചേരവായ. അവളെന്തിനാ ഛർദ്ദിച്ചേ പോലും? ഗർഭിണിയായിരിക്കും. ഈ പെട്രോളും ഡീസലും ഒന്നും ഇല്ലെങ്കിൽ ഇവള് കാളവണ്ടി പോവോ? നീ അത് വിട്, എല്ലാം ശരിയാവും. നിനക്ക് വേണ്ടി ഇന്നും കൂടെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ടാ ഞാൻ ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. സത്യം. എന്നിട്ട് എന്തായി? എടാ നടക്കാനുള്ള എന്തായാലും നടക്കും. നടക്കും നടക്കും. അത് വിട്. എടാ നമ്മുടെ ഈ വണ്ടിയെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പയ്യൻ കണ്ടിഷ്ടപ്പെട്ട് കൊടുക്കണ്ടോന്ന് ചോദിച്ചു. നമുക്കൊന്ന് നോക്കിയാലോ? നല്ല പറ്റിയടാ. 1.5 ലക്ഷം രൂപ കിട്ടും. എടാ മറ്റെനിക്ക് 200 രൂപ കിട്ടില്ല. മിണ്ടാണ്ട് പോയെ. എത്ര ലക്ഷം രൂപ തരാന്ന് പറഞ്ഞാലും ഞാനിത് കൊടുക്കില്ലെന്ന് ചേട്ടൻ അറിയില്ലേ? അപ്പൊ അത് വേണം. ഇവിടെ എന്നെ ഒന്നും കൂടി വിട്ടാരാ. നടന്നങ്ങ് പോയാ മതി. അപ്പൊ ഞമ്മ രണ്ടാളും ഒറ്റ ടീമാണ്. എന്തേ? നിങ്ങളെ പാർസലും കൂട്ടി വണ്ടിയാക്കുന്നു, ഞമ്മളത് പൊളിച്ച് വിൽക്കുന്നു. അത്ര തന്നെ വ്യത്യാസം. അല്ലപ്പാ, നിങ്ങൾക്ക് ആ വണ്ടി തമ്മിൽ എന്നാ ബന്ധം? നിങ്ങളെ കുടുംബസ്വത്തായിട്ടൊന്നോ കിട്ടിയാന്ന്? അങ്ങനെയൊന്നും അല്ലപ്പാ. പിന്നെന്തെന്നാന്ന്? പിന്നെ അതും അന്വേഷിച്ച് ഇങ്ങോട്ട് വരണ്ട. ನಮಸ್ಕಾರ. ಎಲ್ಲಿ ಕಾಸು ಎಲ್ಲಿಗೆ ಬಿಟ್ಟಿದೆ? പതിനെട്ട് 19 എടുത്തേ. പോട്ടാ ചെവി കേട്ടൂടെ? 18 19. കണ്ടു പഠിച്ചോളണം, അല്ലാതെ അതിലും ഇതിലും ശ്രദ്ധ പോയാ വളയിലും തുളയിലും കയറാതനായി പോവും. തിരക്കിലാണോ? നീയൊക്കെ ജീവിച്ചിരിപ്പുണ്ടോടാ? ആശാനെ എന്നതാ? പിന്നെ ഒരു ബൈക്ക് ഇരിപ്പുണ്ട് നമ്മുടെ അയൽക്കത്ത് തന്നെയാ. ഓടിയിട്ടൊക്കെ ഇച്ചിരി ആയതാ. ബുള്ളറ്റാ, ഇച്ചിരി പഴയ വണ്ടിയാ. ബുള്ളറ്റാ? ഇരുന്നിരുന്ന് ഇത്തിരി തുരുമ്പൊക്കെ ആയി. അതൊന്ന് കൊടുക്കണം. ആശാന് വേണം. എനിക്ക് നീ എന്നാത്തിനാടാ ബൈക്ക്? നീ വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ നോക്ക്. എന്നാ ശരി, നമുക്ക് ഇത്തിരി ചില്ലറ കിട്ടുന്ന കേസാ, അതുകൊണ്ടാ. ആക്രമിക്കാൻ നടക്കണം മനുഷ്യനെ പറ്റിക്കാൻ. ഇവനൊക്കെ ആശാനെ ഞാൻ ഇപ്പൊ വരാം. ഇപ്പൊ വരാം. തെണ്ടിത്തിരിച്ച് നടന്നോ? പിള്ളേരായ ഗുരുത്വം വേണം.